പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സേതുലക്ഷ്മി അമ്മ തരുണിൻ്റെ അടുത്ത് വേദയെ ഇവരുടെ വീട്ടിലോട്ട് കൂട്ടിയിട്ട് പോകാന്നുള്ളത് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. ഇത് കേട്ടതും നമ്മുടെ തരുൺ പറയും, അമ്മയ്ക്ക് എന്ത് പറ്റി, അവരെന്തിനാ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നേ? തരുൺ, ഇത്രയ്ക്ക് ഇമോഷണൽ ആവേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കുഞ്ഞിന് കിട്ടേണ്ട വാത്സല്യവും ലാളനയും ഒന്നും അതിന് അവസരമില്ലല്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അത് കൊടുക്കാനായിട്ട് ഒരമ്മ വരുമ്പോൾ നമ്മളത് നിരസിക്കാൻ പാടുണ്ടോ തരുൺ? എന്തായാലും കുഞ്ഞിന് ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും പാല് കുടിപ്പിക്കണമെന്ന ഡോക്ടർ പറയുന്നേ. എന്നാലും മോളുടെ അമ്മയുടെ സ്ഥാനത്തേക്ക് അവർ വരാന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ആലോചിക്കേണ്ട തരുൺ. എന്തായാലും അവളെ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് ഓർത്തത്. എനിക്ക് നീയെങ്കിലും ഉണ്ടായിരുന്നു, അവൾക്കോ? അവളുടെ അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച്. ഇനി നിനക്ക് തീരെ പറ്റില്ലെങ്കിൽ വേണ്ടാട്ടോ എന്ന് പറയുമ്പോൾ തരുൺ പറയും, അമ്മയുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. അമ്മ എത്ര കാലത്തേക്ക് അവളെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല തരുൺ, നമുക്ക് ആജീവനാന്തം നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ വേണ്ടി പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ഒരു 6 മാസത്തേക്ക് നിർത്താം, അത് കഴിഞ്ഞിട്ട് അപ്പം ആലോചിച്ചാൽ പോരെ? ശരി അമ്മ, അമ്മയുടെ ആഗ്രഹത്തിന് ഞാൻ എതിരായിട്ട് എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ? അവരോട് 6 മാസത്തേക്ക് നിന്നോളാൻ വേണ്ടിയിട്ട് പറ എന്ന് പറയുമ്പോൾ നമ്മുടെ സേതുലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ ആഗ്രഹത്തിന് നീ ഒരിക്കലും എതിര് നിൽക്കില്ല എന്ന്. ഞാൻ ഇത് അവളോടൊന്നും പോയി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വേദയുടെ അടുത്തേക്ക് പോകാനിട്ടോ സേതുലക്ഷ്മി അമ്മ. അങ്ങനെ വേദയാണെങ്കിൽ കുഞ്ഞിനെ കൊഞ്ചിച്ചും അളിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സേതുലക്ഷ്മി അമ്മ വന്നിട്ട് കുഞ്ഞിനെ താ എന്ന് പറയും. അന്നേരം കുട്ടീനെ കൊടുക്കുന്നുണ്ട്. മോള് പോയി പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വാ, ഇന്ന് നമ്മൾ ഒരുമിച്ചാ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ വേദയ്ക്ക് സന്തോഷമാണ്. അങ്ങനെ വണ്ടിയൊക്കെ റെഡിയാക്കി പോവാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ തരുണും അമ്മയും. അപ്പൊ വേദ കൂടി വരുമ്പോൾ കുഞ്ഞു വേദയുടെ കയ്യിലായിരിക്കും. അന്നേരം തരുണ് അമ്മയോട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ സേതുലക്ഷ്മി കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് കേട്ടോ. അന്നേരം മുതൽ വല്ലാത്തൊരു ഫീലാണ് നമ്മുടെ വേദയ്ക്ക്. അങ്ങനെ കാറിൽ മുൻസീറ്റിൽ ഇരിക്കുന്നത് വേദയും ബാക്കിൽ തരുണും അമ്മയും കുഞ്ഞും കൂടിയാണ് കേട്ടോ. തരുണിന്റെ കയ്യിലാണ് കുഞ്ഞെങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ലാളിക്കുകയാണ് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ വേദ ഇങ്ങനെ കരയും. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ 2 ഹിന്ദിക്കാരായിരിക്കും അവിടെ ജോലിക്ക് നിൽക്കുന്നത്. അവർ തമ്മിൽ പരസ്പരം ചോദിക്കുന്നുണ്ട് ആരായിരിക്കും. അങ്ങനെ എല്ലാ ലഗേജൊക്കെ എടുത്തിട്ട് വീട്ടിനുള്ളിൽ കൊണ്ടുവയ്ക്കാൻ ആവശ്യപ്പെടുകയാണ് സേതു. അതുപോലെ ചെയ്യാൻ അവര്. അങ്ങനെ വീട്ടിനുള്ളിലേക്ക് കയറി വേദയ്ക്ക് ഒരു റൂം കാണിച്ചു കൊടുക്കും. കുഞ്ഞിനെ ഈ തരുണ് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. കുഞ്ഞിങ്ങനെ കരയുമ്പോൾ വേദയാണെങ്കിൽ കുഞ്ഞിനെ കിട്ടാനുള്ള ആ ഒരു ത്വരയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം സേതു എടുത്തോണ്ട് വരുന്നുണ്ട്. അങ്ങനെ വേദ പാലൊക്കെ കൊടുത്ത് ഉറക്കാണ് കേട്ടോ കുഞ്ഞിനെ. അന്നേരം റൂമിന് വെളിയിൽ നിൽക്കുകയാണ് തരുണ്. അമ്മേ, കുഞ്ഞെന്തേ? കുഞ്ഞ് ഉറങ്ങിപ്പോയി മോനെ എന്ന് പറയുമ്പോൾ തരുണ് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. തരുൺ, നീ എങ്ങോട്ടാ? കുഞ്ഞ് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ, അവളെ അവിടെ നിന്ന് എടുത്താൽ ചിലപ്പോൾ കരയും, കുറച്ച് നേരം അവിടെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ തരുണിന് നിക്കപ്പൊറുതി ഒന്നും ഇല്ല കേട്ടോ. നേരെ പോയിട്ട് ഒരു തൊട്ടിൽ കെട്ടാൻ കേട്ടോ സ്വന്തം റൂമിൽ. എന്നിട്ട് കുഞ്ഞ് ഉണർന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് പോവും. എന്നിട്ട് തൊട്ടിൽ ഇടാണ് കേട്ടോ. അന്നേരം വേദയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാനേ തൊട്ടിൽ കെട്ടിയിട്ടുണ്ട്, അവൾ ഇനി അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതിയെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വേദയ്ക്കാകെ സങ്കടമാവാണ്. പിന്നീട് ഓരോ ദിവസത്തെ ഇങ്ങനെ കാണിക്കുകയാണ്. തരുൺ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വേദയ്ക്ക് വിക്രം കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ് കേട്ടോ. വിക്രത്തിന്റെ അവിടെയുള്ള ആ രാഘവേട്ടനെ റിലീസാക്കുന്ന ദിവസമാണ്. അന്നേരം അയാള് നല്ല ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് വന്നിട്ട് വിക്രത്തോട് പറയുന്നുണ്ട്, വിക്രം ഞാൻ പോവാണ്, അധികം വൈകാതെ തന്നെ നീയും ഇറങ്ങുമല്ലോ, ഇറങ്ങുമ്പോൾ വിളിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്രം ചോദിക്കും, ഞാൻ എപ്പോൾ ഇറങ്ങാനാ രാഘവേട്ടാന്ന്? അത് ഇറങ്ങും വിക്രം, ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ടല്ലോ, അധികം വൈകാതെ അത് വിളിക്കും, നീ ഇറങ്ങുകയും ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിക്രം അങ്ങ് തിരിച്ചു നടക്കും കേട്ടോ. ശേഷം ഒരു ദിവസം കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേദയും സേതുവും കൂടി. അവിടെ ആ 2 വേലക്കാരും നോക്കി നിൽക്കുന്നുണ്ടാവും. അന്നേരം തരുണാണെങ്കിൽ ബാക്കിൽ വന്നിട്ട് പറയും, അച്ഛൻ്റെ കുഞ്ഞ് കുളിക്കുകയാണോ, എന്താടാ ചക്കര എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ വേദ അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം അമ്മ പറയും, തരുണിന് ജോലിയൊന്നുമില്ലേ അമ്മ? ഞാൻ കുറച്ച് ദിവസം ലീവ് എടുത്തു, ഇവൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കല്ലേ, ആ വളർച്ച കാണാൻ തന്നെ എന്ത് രസമാണ്, അതൊക്കെ ഞാൻ കുറച്ച് ആസ്വദിക്കട്ടെ അമ്മ എന്നും പറഞ്ഞ് കയ്യിലുണ്ടായിരുന്ന ഒരു പാദസരം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ ഇതെങ്ങനെയുണ്ട്, ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചാന്ന് പറയുമ്പോൾ വേദ വീണ്ടും അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പാദസരല്ല, കാൽത്തളയാണ് ആദ്യം ഇടേണ്ടത്, അതും 28 ചടങ്ങിന് ചരട് അരയിൽ കെട്ടുന്ന ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ തരുണ് പറയും, അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ആ ചടങ്ങ് വളരെ വലുതാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. എന്നിട്ട്
അമ്മയോട് പറയും, അമ്മേ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകാൻ, ഞാൻ ഉറക്കിക്കൊള്ളാന്നേ. അതുപോലെ തന്നെ ആ വേലക്കാരിയുടെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ട് തരുണിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാണ് കേട്ടോ. മോളെ പിന്നാലെ നമ്മുടെ വേദയും പോകുന്നുണ്ട്. അന്നേരം സേതു പിന്നാലെ വന്നിട്ട് പറയും, വേദ മോളെ കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും ഇങ്ങോട്ട് വരും, അതുകൊണ്ടാ നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറയുന്നു. അന്നേരം നമ്മുടെ വേദ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അന്നേരം സേതുവിൻ്റെ അടുത്ത് നമ്മുടെ വേദ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അമ്മേ ഞാൻ അന്ന് എടുത്ത തീരുമാനം തെറ്റായിരുന്നു അല്ലേ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ സേതു പറയും, മോളുടെ മുന്നിൽ വേറൊരു വഴിയും ഇല്ല എന്നല്ലേ അന്ന് പറഞ്ഞേ. ഇപ്പോഴും എൻ്റെ മുന്നിൽ വേറൊരു വഴിയില്ല അമ്മേ. പക്ഷേ അമ്മയുടെ മകൻ്റെ സ്നേഹം കണ്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് അമ്മയുടെ മകനെ പറ്റിക്കുന്നത് പോലെ ആയി പോകില്ല അമ്മേ. കുഞ്ഞിൻ്റെ അച്ഛൻ നേരിട്ട് വന്ന് മുന്നിൽ നിന്നാൽ ഞാൻ എന്താ പറയാ. തരുൺ എപ്പോഴെങ്കിലും ഈ കാര്യം മറ്റാരെന്നെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അമ്മയുടെ മോൻ്റെ സ്ഥിതി? ഭയങ്കര ഷോക്കാവില്ല അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സേതുവും പറയുന്നുണ്ട്, അവൻ ഇപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല, പിന്നെയല്ലേ പിന്നത്തെ കാര്യം. ശരിയാ മോളെ നീ പറഞ്ഞത്, എനിക്കും ഇപ്പം തോന്നുവാ എല്ലാ കാര്യങ്ങളും പറയാമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല, എനിക്ക് അതിനുള്ള ധൈര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയും, ഞാൻ പറയാന്ന്, എല്ലാ കാര്യവും തുറന്ന് ഇപ്പം തന്നെ സംസാരിക്കാം എന്നും പറഞ്ഞ് പോകുന്ന സമയത്ത് സേതു പറയും, മോളെ ഇപ്പം തന്നെ വേണോന്ന്. അമ്മ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മയുടെ മകൻ്റെ ഷോക്ക് കൂടുതലായിരിക്കും, അതിനേക്കാൾ നല്ലത് ഇപ്പോൾ തന്നെ പറയാ എന്നും പറഞ്ഞ് അങ്ങ് പോകുവാണേ. അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ അയാളുടെ ആ ഒരു സ്നേഹവും കുഞ്ഞിനെ ഉറക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമ്മുടെ വേദ ആകെ ഷോക്കായി പോവാണ് കേട്ടോ. പണ്ടൊരു ഭൂതത്തിൻ്റെ ഒരു കഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞോർക്കാണ്. ഒരുപാട് കഥ ഉണ്ട്, നിനക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എല്ലാം കേട്ടിട്ട് വേണം നീ വളരാൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേദ. ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വേദ ചിരിച്ചും പോകുന്നുണ്ട്. അങ്ങനെ ആ സ്നേഹം കണ്ടിട്ടുള്ള ആ ഷോക്കിൽ നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ് കേട്ടോ.